ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ റഷ്യയുടെയും ഒമാന്റെ നേതൃത്വത്തിൽ നടക്കാനിരുന്ന മധ്യസ്ഥ ശ്രമം നിലച്ചത് യുദ്ധം എത്ര നാൾ വേണമെങ്കിലും നീളാമെന്ന പ്രസിഡന്റ് ട്രംപിന്റെ ഒരൊറ്റ പ്രസ്താവനയിലായിരുന്നു. യുദ്ധം 4-5 ആഴ്ചകൾക്കകം തന്നെ തീരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ എത്ര നാൾ നീളുമെന്ന് സംബന്ധിച്ച് പറയാനാകില്ലെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. യുദ്ധം കുറച്ചുനാൾ നീണ്ടേക്കാം എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചത്. യുദ്ധം തുടരാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഇറാൻ ഇന്നലെ വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ മധ്യസ്ഥ പ്രതീക്ഷ ഉണ്ടായിരുന്നതാണ് അതില്ലാതായി. യുദ്ധത്തിന്റെ 5ാം ദിനത്തിലും പശ്ചിമേഷ്യ പുകയുകയാണ്. 4-5 ദിവസം കൊണ്ട് തീരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന യുദ്ധത്തിൽ ഇറാന്റെ ചെറുത്തുനിൽപ്പും പ്രത്യാക്രമണവും തുടരുകയാണ്. സ്പോട്ട്ലൈറ്റ് അന്വേഷിക്കുകയാണ് ഈ യുദ്ധം ഇനി എത്ര നാൾ. ഇറാനെതിരെയുള്ള US-ഇസ്രായേൽ ആക്രമണം സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തമായ ധാരണയുള്ളത് ട്രംപിനും ഇസ്രായേലിനും മാത്രമാണ്. ഇവരിൽ വ്യക്തത കൂടുതലുള്ളത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനാണെന്ന് പറയാം. നെതന്യാഹുവിന്റെ തീരുമാനത്തിന് പിന്നിൽ ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിന്റെയും പ്രതിപക്ഷ കക്ഷികളുടെയും വിശാലമായ ആശയധാര അടിയുറച്ചുണ്ട്. നൈൽ നദി മുതൽ ഇറാഖിലെ യൂഫ്രട്ടീസ് നദി വരെ നീളുന്ന വിശാലമായ ജൂതരാഷ്ട്ര സങ്കല്പം. ആ ഭൂപടം കാണിച്ചു തന്നെയാണ് ആക്രമണങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ സാധൂകരിക്കുന്നത്. ആ ലക്ഷ്യത്തിലേക്കാണ് ആക്രമണം വ്യാപിപ്പിക്കുന്നതെങ്കിൽ ഈ യുദ്ധം ഇപ്പോഴൊന്നും തീരാൻ പോകുന്നില്ല. അമേരിക്കയും ഇസ്രായേലും കൂടിയുള്ള യുദ്ധമായതിനാൽ ഗതിവിഗതികൾ അമേരിക്ക കൂടി തീരുമാനിക്കേണ്ടി വരും. അതിനാൽ യുദ്ധം തീരണമെങ്കിൽ ഒരുമ്പിട്ടിറങ്ങിയ ട്രംപ് തന്നെ തീരുമാനിക്കണം. ഇറാന്റെ മിസൈൽ ശേഷി നശിപ്പിക്കുക, നാവികസേനയുടെ ശേഷി കുറയ്ക്കുക, ആണവായുധ ശേഷി തടയുക എന്നിങ്ങനെ 3 ഭാഗങ്ങളാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ ലക്ഷ്യമെന്ന് US സൈനിക മേധാവി വ്യക്തമാക്കുന്നു. എന്നാൽ കാലങ്ങളായി US പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഖമനി ഇല്ലാതാക്കലും ഭരണമാറ്റവും പ്രധാന യുദ്ധ കാരണങ്ങളാണ്. ഇതിൽ ആദ്യത്തേത് സംഭവിച്ചു കഴിഞ്ഞു. എന്നാൽ ഭരണമാറ്റം എന്നത് അത്ര എളുപ്പമല്ല. കാരണം ഖമനിയെ വധിച്ചത് തെറ്റായി എന്ന വിലയിരുത്തൽ അമേരിക്കൻ നയതന്ത്ര വിദഗ്ധർ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആത്മീയ നേതാവിന്റെ മരണം സൃഷ്ടിച്ച ദേശീയതാ വികാരം ജനങ്ങളെ ഒറ്റക്കെട്ടായി ഭരണകൂടത്തോടൊപ്പം നിർത്തുന്നു എന്നതാണ് അതിന് കാരണമായി പറയുന്നത്. ഭരണമാറ്റത്തിനായുള്ള മറ്റൊരു വഴി ഒരു രാജ്യത്ത് കരമാർഗം കടന്നുകയറി അധികാരം സ്ഥാപിക്കുക എന്നതാണ്. കുന്നുകളും പാറക്കെട്ടുകളും നിറഞ്ഞ ഇറാൻ ഭൂപ്രകൃതിയിൽ അധീശത്വം സ്ഥാപിക്കുക അത്ര എളുപ്പമല്ല. അതേസമയം പശ്ചിമേഷ്യയിൽ ഇറാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. വർഷങ്ങൾ നീണ്ട ഉപരോധം തളർത്തിയത് ജനങ്ങളെ മാത്രമല്ല പ്രതിരോധ രംഗത്തെ കൂടിയാണെന്ന് യുദ്ധസന്ദർഭത്തിൽ ഓർമ്മിക്കാം. മികച്ച മിസൈൽ ശേഖരം ഉണ്ടെങ്കിലും കാലഹരണപ്പെട്ടവയും പ്രകൃതിശേഷി കുറഞ്ഞവയുമാണ്. ഇറാന്റെ പകുതി ആയുധശേഷി നശിപ്പിച്ചുവെന്ന അമേരിക്കൻ അവകാശവാദത്തെ കാര്യമായി എടുക്കാനാവില്ല. കാരണം ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട പല ആയുധങ്ങളും ഇറാൻ പുറത്തെടുത്തിട്ടില്ല എന്നത് സ്ഥിതിഗതികളെ സങ്കീർണമാക്കുന്നു. യുദ്ധം തുടങ്ങിയത് സംബന്ധിച്ച് അമേരിക്കൻ കോൺഗ്രസിൽ തന്നെ ഭിന്നത ഉടലെടുത്തിട്ടുണ്ട്. ഇസ്രയേലിന് വേണ്ടി ചെയ്യുന്ന യുദ്ധമാണ് ഇത് എന്ന അഭിപ്രായം അമേരിക്കൻ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉയരുന്നുണ്ട്. ഇത്ര തിരക്ക് പിടിച്ച യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നു എന്നാണ് അവർ ചോദിക്കുന്നത്. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ പ്രസിഡന്റുമാർക്ക് യുദ്ധം പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്ന് US ഭരണഘടന പറയുന്നുണ്ട്. ഇറാനിൽ പ്രധാന യുദ്ധസന്നാഹം ആരംഭിക്കുന്നതിന് മുമ്പ് ട്രംപ് അത്തരം അനുമതി തേടിയില്ല. പേർഷ്യൻ ഗൾഫ് യുദ്ധം, അഫ്ഗാനിസ്ഥാൻ, ഇറാഖ് തുടങ്ങിയ പ്രധാന കരയുദ്ധങ്ങൾക്ക് ഭരണാധികാരികൾ അനുമതി തേടിയിരുന്നു. അതേസമയം അമേരിക്കൻ കോൺഗ്രസ് രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് അമേരിക്കൻ ജനതയുടെ താല്പര്യങ്ങൾക്കല്ല, മറിച്ച് ഇസ്രായേൽ ലോബിയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം US ജനത യുദ്ധത്തിനെതിരെ തെരുവിലിറങ്ങിയിരുന്നു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയിൽ ബ്രിട്ടീഷ് സേനയും ഇറാൻ ദൗത്യത്തിൽ പങ്കുചേരുമെന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ സഖ്യസേനയ്ക്ക് ഒപ്പമില്ലെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ വ്യക്തമാക്കിയത് ട്രംപ് ഉൾപ്പെടെയുള്ള നേതാക്കളിൽ അതൃപ്തി സൃഷ്ടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പാർലമെന്റിലും മുമ്പ് ഇറാഖിൽ ചെയ്ത അബദ്ധങ്ങൾ ചൂണ്ടിക്കാട്ടി ഇറാൻ ആക്രമണത്തെക്കുറിച്ച് തന്റെ ആശങ്കകൾ അദ്ദേഹം പങ്കുവച്ചിരുന്നു. പഴയതുപോലെ ബ്രിട്ടന്റെ സഹായം ലഭിക്കുന്നില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. സൈനിക നിലയം ഇറാൻ ആക്രമണത്തിന് വിട്ടു നൽകില്ലെന്ന് സ്പെയിനും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതേ തുടർന്ന് തെക്കൻ സ്പെയിനിലെ താവളങ്ങളിൽ നിന്ന് 15 US യുദ്ധവിമാനങ്ങൾക്ക് സ്ഥലം വിടേണ്ടി വന്നു. ഇറാന് നേരെയുള്ള ആക്രമണത്തെ ബെൽജിയവും അപലപിച്ചതോടെ നിലവിലെ ഇറാൻ ദൗത്യത്തിൽ US-ന് യൂറോപ്പിന്റെ പിന്തുണ വേണ്ടത്ര ലഭിച്ചില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആക്രമണത്തെ റഷ്യയും അപലപിച്ചിരുന്നു. ജർമ്മനി, ഫ്രാൻസ് എന്നിവ ഇറാനെതിരെ പരസ്യ പ്രഖ്യാപനം നടത്തിയവയാണ്. അതിനാൽ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേറെയും ഇപ്പോഴും തൃശങ്കുവിലാണ്. ഈ യുദ്ധം അമേരിക്കയ്ക്കും അത്ര എളുപ്പമൊന്നുമല്ല. യുക്രൈന് വലിയ അളവിൽ മിസൈലുകൾ നൽകിയത് US ആയുധ ശേഖരത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് മുൻ US പ്രതിരോധ സെക്രട്ടറിയുടെ സീനിയർ അഡ്വൈസറായ ഡഗ്ലസ് മഗ്രഗോറാണ്. ദീർഘകാലം നീളുന്ന ഒരു യുദ്ധത്തിന് ആവശ്യമായ മിസൈലുകളോ ലോജിസ്റ്റിക്സ് സംവിധാനങ്ങളോ നിലവിൽ അമേരിക്കയ്ക്കില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു.
മാത്രമല്ല, അമേരിക്കൻ അധിനിവേശത്തെ പ്രതിരോധിക്കാൻ റഷ്യയും ചൈനയും ഇറാന് പിന്തുണ നൽകിയാൽ അത് ആഗോള തലത്തിൽ പുതിയ സൈനിക സാമ്പത്തിക സഖ്യങ്ങൾക്ക് വഴിതെളിച്ചേക്കാം. യുദ്ധങ്ങൾ തുടങ്ങാൻ എളുപ്പമാണ്, പക്ഷേ കര കയറുന്നതാണ് ദുഷ്കരം. യുദ്ധങ്ങളുടെ ഇരയായ രാജ്യങ്ങളിലെ നഗരങ്ങളെ നോക്കുക. അസ്ഥികൂടങ്ങളായി മാറിയ കെട്ടിടങ്ങളെ സാക്ഷിയാക്കി കണ്ണീരും വിശപ്പും ബാക്കിയാക്കിയ ഭൂഭാഗങ്ങളുടെ ചിത്രം നമ്മുടെ മനസ്സിൽ തീരാവേദനയായി കിടപ്പുണ്ട്. യുദ്ധം തീർന്നാലും നഗരങ്ങളുടെ പുനർനിർമ്മാണം എന്നത് യുദ്ധത്തിന് ഇരകളാകുന്ന രാജ്യങ്ങൾക്ക് വെല്ലുവിളിയാകും. ഗൾഫ് മേഖലയിലെ US ക്യാമ്പുകൾക്ക് നേരെയുള്ള ആക്രമണം കൊണ്ട് ഇറാൻ പശ്ചിമേഷ്യയെ അസ്വസ്ഥമാക്കുന്നുണ്ടെങ്കിലും GCC രാജ്യങ്ങൾക്ക് മധ്യസ്ഥ ശ്രമങ്ങളിൽ നിർണായക പങ്കുവഹിക്കാൻ കഴിയും. പക്ഷേ ഓരോ രാജ്യങ്ങളുടെയും താല്പര്യം വ്യത്യസ്തമായതിനാൽ ആര് മുൻകൈയെടുക്കും എന്നതാണ് കണ്ടറിയാനുള്ളത്. ഒമാന്റെ മുൻകൈയിലും റഷ്യയുടെ നേതൃത്വത്തിലും മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. UN സുരക്ഷാ കൗൺസിലിന്റെ ഉൾപ്പെടെ ഇടപെടൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്.